ഹായ് അസ്സലാമു അലൈക്കും, ഞാൻ അസിൻ. അപ്പോൾ ഇന്ന് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു സന്തോഷമുള്ളൊരു ദിവസമാണ്. കാരണം എന്താണെന്നറിയോ? ഈ ഒരു കാണുന്നൊരു സംഭവമാണ്. ഞാനിപ്പോൾ 8ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അപ്പം എൻ്റെ ഉപ്പാക്ക് ഞാൻ വാങ്ങിക്കൊടുത്തൊരു ഗിഫ്റ്റാണിത്. വളരെ സന്തോഷം. ഞങ്ങൾക്ക് ഈ ഒരു പ്രൗഡ് മൊമെന്റ് ഉണ്ടല്ലോ. അസിൻ വെള്ളിലയെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. മലപ്പുറം ജില്ലയിൽ പിന്നെ കേരളത്തിൽ നിന്ന് അറിയപ്പെടുന്ന ഒരു ഗായികയാണ്. പക്ഷേ അതിലുപരി ഇവർ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയമാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഇവളുടെ വളർച്ചയ്ക്ക് എപ്പോഴും കൂടെ കട്ടക്ക് നിൽക്കുന്ന ഒരാളാണ് അവളുടെ ഉപ്പ എന്ന് പറയുന്ന ഉമ്മണ്ട്. അപ്പോൾ ഉപ്പാക്ക് ഒരു ആഗ്രഹം ഉണ്ടല്ലോ. ഉപ്പാക്ക് ഒരു സ്റ്റുഡൻറ്, ഒരു പ്രിയ എന്താ പറയാ, പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ മകള് സമ്മാനം 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു ഉപ്പയെ സംബന്ധിച്ചിടത്തോളം മൂപ്പര മുഖത്ത് സന്തോഷം കണ്ണീരൊക്കെ ഉണ്ട്. അത് നമുക്ക് കാണുന്നുണ്ട്. അത് അല്ല, സ്വാഭാവികമായിട്ടും ഈ കാലഘട്ടത്തിൽ അല്ലേ, ഇപ്പോൾ അറിയല്ലോ, പിന്നെ മക്കള് അച്ഛനെ കൊല്ലുന്ന, അമ്മയെ കൊല്ലുന്ന, ഉപ്പയെ കൊല്ലുന്ന ഒരു കാലഘട്ടത്തിൽ ഇങ്ങനെ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു നിമിഷമാണിത്. ഇത് നോക്കി നിങ്ങൾ, ഇതൊരു പുതിയ വണ്ടിയാണ്, പുതിയതല്ലേ? ഇത് ഇനി എന്താണ് വരുമാന മാർഗം എന്നുള്ളത് പറയണ്ട നമുക്ക്. കാരണം നമുക്കറിയാം, സംസ്ഥാന കലോത്സവത്തിൽ ഗാന്ധിജിയെക്കുറിച്ച് മാപ്പിളപ്പാട്ട് പാടി കയ്യടി നേടിയെന്ന് മാത്രമല്ല, ഇപ്പൊ അതിനുശേഷം കഴിഞ്ഞ 2 മാസം കൊണ്ടല്ലേ ഒരുപാട് വേദികളിൽ പാട്ട് പാടി അതിൽ നിന്നും കിട്ടിയ വരുമാനം കൊണ്ട് തൻ്റെ ഉപ്പക്ക് ഈ ഇതിന്റെ പേരേതാ, എന്താ വാഹനം ഏതാ? സുസുക്കി. അതാണ് എന്താ ഇനി ഇപ്പാനോടാ ചോദിക്കാനുള്ളത്. നിങ്ങളുടെ പേരൊന്ന് പറഞ്ഞോട്, അറിയാത്ത പ്രേക്ഷകർ ഒരുപാട് പേര്. എൻ്റെ പേര് സൈനുൽ ആബിദീൻ. ഞാൻ ഈ മോളുടെ എല്ലാ ഇതിലും ഞാൻ തന്നെയാണ് കൂടെ പോകാറുള്ളത്. ഞാനില്ലാതെ, ഞാൻ മോളെ ലീഡ് ചെയ്യാതെ, അല്ലെങ്കിൽ ഞാൻ അതിൻ്റെ മുന്നിലിരിക്കാതെ മോള് പാടിയിട്ടില്ല. എൻ്റെ കൺട്രോളിൽ തന്നെ ഞാനാണ് മോളെ ഇത്രയും എല്ലാ വേദികളിലേക്ക് എത്തിക്കുന്നതും. എൻ്റെ ഒരു സംരക്ഷണത്തിൽ മാത്രമാണ് മോളെ. മറ്റൊരാൾ കൂടെ ഞാൻ തനിച്ചിതുവരെ വിട്ടിട്ടില്ല. ഞാൻ തന്നെ കൊണ്ടുപോകുന്നു, ഞാൻ തന്നെ പാടിക്കുന്നു. ശരിക്കും പറഞ്ഞാൽ അവൾ സ്റ്റേജിൽ പെർഫോം ചെയ്യണമെങ്കിൽ അതിൻ്റെ മെയിൻ മുൻനിരയിൽ തന്നെ ഞാനിരിക്കണം. അങ്ങനെ ഇരുന്നു. എൻ്റെ മകള് എനിക്കായിട്ട്, വണ്ടികളൊക്കെ എനിക്കുണ്ട്, ബട്ട് എനിക്കായിട്ട് ഇത്രയും നല്ലൊരു വാഹനം സ്വന്തമായിട്ട് അവളുടെ സ്വന്തം ചെലവിൽ EMI ഒന്നും ഇടാതെ പോലും അവളെ എനിക്ക് വാങ്ങിച്ചു തന്നു. ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ എൻ്റെ മോൾക്ക് വേണ്ടിയിട്ട് അതുപോലെ തന്നെ ഞാൻ എല്ലാവിധ സപ്പോർട്ടും ഞാൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, പ്രാർത്ഥിക്കണം. കാര്യങ്ങളോട് ചോദിക്കട്ടെ. തീർച്ചയായിട്ടും. ജാഫർ മാഷ് ഉണ്ട്. ഇത് രണ്ടും ഇവളുടെ അധ്യാപകരായിരുന്നു. അൻവർ ഹുസൈൻ, എൻ്റെ ക്ലാസ്മേറ്റ്സ് ജാഫർ, പിന്നെ നമ്മുടെ പ്രിയ ചങ്ക് ഷാവുൽ സാറുണ്ട്. പിന്നെ ക്യാമറ എടുക്കുന്നത് ഇവിടെ ബ്രദറാണ്. പേരെന്തായിരുന്നു ബ്രദറിന്റെ? അമലിനെ ഞങ്ങൾ കാണിച്ചു തരാം. പക്ഷേ ഇത് എന്താ പറയാ, എനിക്ക് കണ്ടപ്പോൾ എന്ത് സംഭവം എന്ന് പറയാം. ഇപ്പോൾ ഒരു പക്ഷേ കുട്ടികളൊക്കെ ജോലി, മക്കളെ പഠിപ്പിക്കുന്നു, നമ്മൾ സ്വാഭാവികമായിട്ടും പഠിച്ചു വലുതാക്കുന്നു, വലിയ ജോലിയൊക്കെ കിട്ടാറുണ്ട്. കിട്ടിക്കഴിഞ്ഞാലും ചില കുട്ടികളൊന്നും വീടിനോ നാടിനോ ഒരു ഗുണവും ഉണ്ടാവാറില്ല. അവർക്ക് എങ്ങനെ ലൈഫ് അടിച്ചു പൊളിക്കുക എന്നുള്ളതെന്ന് കണ്ടല്ലോ. ഇപ്പോൾ ഈ താമരശ്ശേരി എവിടെയാണ്, അടിപിടി കേസിന്റെ അടിയിലാണ് ഈ വീഡിയോ. ശരിയിൽ പിന്നെ അടികിട്ടി മരണപ്പെട്ടു. പിന്നെ വെഞ്ഞാറമൂട് സംഭവത്തിന് അടിയിലാണ്. ഇങ്ങനെ നല്ല വാർത്തകൾ നമ്മുടെ നാട്ടിലുണ്ട് എന്നുള്ളത്. പിന്നെ എവിടൊക്കെ ഈ വീടിപ്പോൾ എവിടെയാണ്? മങ്കട ഇവിടെ വെച്ച് തന്നെ ഇവര് പിന്നെ ആ പാട്ടിന് ശേഷം, ഗാന്ധിജിയെ കുറിച്ച് പാട്ട് പാടി ഹിറ്റായതിനു ശേഷം ഉദ്ഘാടനങ്ങൾ ഒരുപാട്, പല തിരക്കാണ്. ഇന്ന് എത്ര പ്രോഗ്രാം ഉണ്ടായിരുന്നു? ഇന്ന് റെക്കോർഡിംഗ് ആയിരുന്നു. എന്താണെന്ന് പറഞ്ഞെടുത്തേ? ഇന്ന് നവാസ് പാലേരി സാറിന്റെ കൂടെ ഒരു ഡുവറ്റ് സോങ് ഉണ്ടായിരുന്നു. പിന്നെ കസവ കേന്ദ്രന്റെ അതിനെ കുറിച്ച് റംസാന്റെ ഒരു ആഡ് ഉണ്ടായിരുന്നു. കഴിഞ്ഞ 2 മാസം കൊണ്ട് എത്ര പരിപാടി പങ്കെടുത്തിട്ടുണ്ടോ? ഗസ്റ്റ് ആയിട്ട്, ഉദ്ഘാടകയായിട്ട് പോയത് കൃത്യമായിട്ട് പറയാൻ പറ്റും. ഒരുപാടുണ്ട്. എന്നും പ്രോഗ്രാം ഉണ്ട് അല്ലേ? ഇനിയിപ്പം നോമ്പായതുകൊണ്ട് ഒരു ബ്രേക്കാണ്. അടുത്ത ഇൻഷാ അല്ലാഹ് പഠിച്ചവന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ പെരുന്നാൾക്ക് എവിടെയാണ് പ്രോഗ്രാം? ദുബായിലായിരിക്കും ഇൻഷാ അല്ലാഹ്. നിങ്ങളൊക്കെ പ്രാർത്ഥിക്കണം, വീണ്ടും ആഡ് ചെയ്യണം. എന്തെങ്ങനെ ഒരു സംഭവം ഉപ്പാക്ക് എന്തുകൊണ്ട് അങ്ങനെ ഒരു ഫീല് കൊടുക്കാനുള്ളൊരു എന്താ ഉപ്പയെ കുറിച്ച് പറയാനുള്ളത്? ഉമ്മയെ കുറിച്ചും പറഞ്ഞോളൂ. ഉപ്പയെ കുറിച്ച് പറയും. ഉമ്മയും വരാറുണ്ട് കേട്ടോ പ്രോഗ്രാം. ഇപ്പൊ തുടങ്ങിയതാണ് വരാറ്, നമുക്ക് കാണുന്നുള്ള രീതിയിൽ. ഉപ്പയാണ് ഇത്രയും കാലം എന്റെ കൂടെ പ്രോഗ്രാമിനൊക്കെ വന്നതും എന്നെ സപ്പോർട്ട് ചെയ്യണം. അടുത്തത് ഏത് പാട്ട് പാടണം, ഏത് പാടണ്ട, നിർത്തണ്ട, എന്ത് കാര്യം ചെയ്യണത് ആണല്ലേ? ഓക്കെ. പിന്നെ ഈ ഇടയിൽ ഒരു പാട്ടൊക്കെ ഉണ്ടായിക്കോട്ടെ അല്ലേ? ഇപ്പൊ 8ാം ക്ലാസ്സിലല്ലേ പഠിക്കണത്? ഓക്കെ. എങ്ങനെയുണ്ട് ഇപ്പൊ ലാസ്റ്റ് ഇനാഗുറേഷൻ ഏതാ ചെയ്തത്? ലാസ്റ്റ് ഉദ്ഘാടനം
മെമ്മറബിൾ ആയിട്ടുള്ള മൊമെന്റ് ഈ ഒരു മാസത്തിനിടയിൽ എന്തൊക്കെയാണ് ലൈഫിൽ വലിയൊരു ചേഞ്ച് ഉണ്ടായത് ഇപ്പൊ ഇതിന് ശേഷം തന്നെ അല്ലേ? സംസ്ഥാന കലോത്സവത്തിന് ശേഷം സംസ്ഥാന കലോത്സവത്തിന് ആദ്യമായിട്ട് താങ്ക്സ് പറയാനുള്ളത് ഹനീഫ സാറിനോടാണ്. ഹനീഫ മുടിക്കോട് സാറും പിന്നെ ഈ ഒരു മാപ്പിളപ്പാട്ടിന്റെ ലിറിക്സ് ചെയ്തിരിക്കുന്നത് ഹംസ നാരക്കാവ് സാറുമാണ്. ഈ ഒരു പാട്ടുകൊണ്ടാണ് നമുക്ക് ഇത്ര പ്രോഗ്രാം. അതൊരു സത്യം തന്നെയാണ്. കാരണം മോൾക്ക് ഈ പാട്ട് ആദ്യം ഹനീഫ മാഷ് തന്നെ പറഞ്ഞു, ഈ ഒരു പാട്ട് നമുക്കൊരു വഴിത്തിരിവാകും. ഒരു ട്രഡീഷണൽ പാട്ട് പാടിയിട്ട് ഒരു പുതിയൊരു ടോപ്പിക്ക്. സാധാരണ ഇപ്പോൾ മാപ്പിള പാട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ബദർ പാട്ട്, കിസ്സപ്പാട്ട്, ചരിത്രപ്പാട്ട് ഇങ്ങനെയുള്ള വരാറുള്ളത്. അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് നമ്മുടെ രാഷ്ട്രപിതാവിനെ കുറിച്ച് ഒരു ടോപ്പിക്ക് സെലക്ട് ചെയ്ത് അതിനെക്കുറിച്ചൊരു പാട്ട് എഴുതി. ആദ്യമായിട്ട് 1-2 കമൻറ്റുകളൊക്കെ ഉണ്ടായിരുന്നു, മാപ്പിളപ്പാട്ടിൽ പെടുമോ എന്നുള്ളതൊക്കെ ഉണ്ടായിരുന്നു. ബട്ട് എല്ലാവരും മാപ്പിളപ്പാട്ട് എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത് മനസ്സിലാക്കുന്നവർ പിന്നെ ആ കമൻറ്റ് ചെയ്തിട്ടില്ല. കാരണം പിന്നെ എന്ന് പറഞ്ഞാൽ നന്നായിട്ട് ആളുകൾ സ്വീകരിച്ചു. നമ്മൾ ഏത് പ്രോഗ്രാമിന് പോയി കഴിഞ്ഞാലും എല്ലാ പാട്ടും, എല്ലാ അടിപൊളി ഫാസ്റ്റ് നമ്പർ പാട്ടൊക്കെ പാടിക്കഴിഞ്ഞാലും ലാസ്റ്റ് പറയും നമുക്ക് മറ്റേ പാട്ടൊന്ന് വേണമെന്ന് പറയും. ഗാന്ധിജിയെക്കുറിച്ച് കുട്ടികൾ വരെ ചെറിയ താത്ത അത് പാടി ആ പാട്ട് പാടി എന്നുള്ള അങ്ങനെ അത്രയും ഒരു ജനങ്ങളെ ഏറ്റെടുത്തു കഴിഞ്ഞത്. നമുക്ക് ഒരു അഭിമാനം ഉണ്ട്. ഓക്കെ, വലിയ ഇതായിരുന്നു. നമ്മളൊന്ന് ജില്ലാകലോത്സവത്തിന്റെ അവിടെ ഉണ്ട്, നമ്മളൊരു വീഡിയോ ഒക്കെ ചെയ്തു. ഈ വേറെ സംഭവം എന്താ പറയുക, എനിക്ക് ഈ അസിൻ വെളിയില കേൾക്കാറുണ്ട് എന്നല്ലാതെ എന്താ അറിയില്ല, ജില്ലാ കലോത്സവം മുതൽ നമ്മുടെ കൂടെ ഉണ്ട്. എവിടെ ചെല്ലുമ്പോഴും മാഷ കാണുന്നുണ്ട്. ഈവൻ ഞങ്ങൾ സ്റ്റേറ്റിൽ മത്സരത്തിന് പോകുമ്പോൾ മാഷ കോട്ടൊക്കെ വെച്ച് ഞങ്ങളൊരു സ്നാക്സ് കഴിക്കാൻ വേണ്ടി ഒരു കഫ്തേരിയയിൽ കയറുമ്പോൾ മാഷും ടീമും അവിടെ ചായ കുടിച്ചിരിക്കുന്നുണ്ട്. മാഷ ഒരു ചോക്ലേറ്റ് വാങ്ങിയിട്ടാണ്, ഇത്തിരി വോയിസ് പ്രശ്നം കേട്ടോ, മാഷ ഒരു ചോക്ലേറ്റ് വാങ്ങിയിട്ടാണ് ഞങ്ങൾ തിരൂരിൽ ട്രെയിൻ കയറുന്നത്. അത് ഞങ്ങൾ അത് ഞങ്ങൾ മനസ്സിൽ അത് ഉൾക്കൊണ്ട് ഫസ്റ്റ് അത് എ ഗ്രേഡ് ഫസ്റ്റ് അല്ല എ ഗ്രേഡാണ് മൊത്തം ഈ വർഷം ഉണ്ടായിരുന്നത്. എ ഗ്രേഡ് വാങ്ങി വീട്ടിലെത്തിയിട്ട് ഞങ്ങൾ ഇവിടുന്ന് ഞങ്ങൾ ഓപ്പൺ ചെയ്തിട്ടാണ് ഞങ്ങളത് കഴിച്ചത്. അപ്പം തന്നെ സ്പോട്ടിൽ ഞാൻ മാഷക്ക് വിളിച്ചു. സന്തോഷം, അത് സന്തോഷം, അത് മൂവ്മെന്റ് അതല്ലേ. അത് ഞാൻ കാണുമ്പോഴൊക്കെ മാഷ പറഞ്ഞു ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതുകൊണ്ട് ഇടക്കിടക്ക് ഇപ്പോ വാപ്പാനും മകളെയും ഉമ്മാനൊക്കെ പല സന്ദർഭങ്ങളും കാണുന്നുണ്ട്. അല്ലാണ്ട് എന്താ അറിയില്ല. അതൊരു നമുക്ക് ഏത് പാട്ടാണ് ഇനി നമ്മുടെ പ്രേക്ഷകർക്ക് ഇടയിൽ പാട്ടുണ്ടായിക്കോട്ടെ. നമ്മെ രാജാവന്ന് കൽത്തുറങ്കിലടച്ചില്ലേ, ഏതോ മരുഭൂവിൽ നമ്മെ കൊണ്ടിട്ടേറിഞ്ഞില്ലേ, ദാഹം പൂണ്ടേറ്റെന്ന തീരം നോക്കിഴഞ്ഞില്ലേ, ഈ മണ്ണിൻ കാറ്റിൽ അന്യോന്യം വേർപെട്ട്. അടിപൊളി. പിന്നെ ശരിക്കും എത്രാം വയസ്സിലാണ് പാട്ട് തുടങ്ങിയത്? 2018 3ാം ക്ലാസ് പഠിക്കുമ്പോൾ. 3ാം ക്ലാസ് പഠിക്കുമ്പോൾ പറഞ്ഞാൽ എത്ര വയസ്സായിരിക്കും? 8 വയസ്സിലല്ലേ? പിന്നെ CANRC ആ സമരത്തില് ഇതിന്റെ രാജ്യം ആ പാട്ട് പാടി. പിന്നെ ഒരുപാട് പാട്ട് വേറെയും പാടി. ആ ഒരു പാട്ടിൽ കുറെ സ്റ്റേജ് പ്രോഗ്രാം കിട്ടി. പിന്നെ ഇപ്പൊ എന്തൊക്കെ പഠനം രണ്ടും കൂടെ എങ്ങനെയാണ് കുട്ടികൾക്കൊന്ന് പറഞ്ഞു കൊടുത്തത്? ഞങ്ങൾ എല്ലാവരും ടീച്ചേഴ്സാണ്, 4 പേരും. പല ആളുകൾക്കും ഒരു ഡൗട്ട് ഉണ്ട്, പാട്ട് പാടിയാല് അതല്ലേ എന്റെ ഇലക്ഷനും ജാഫർ മാഷ് ചെറുപ്പത്തിൽ പാടിയ പാട്ട് ആണോ? ഇത് എത്രാമത്തെ വയസ്സിലാ? അത് ആ ടൈമില് 5 വർഷം മുന്നേ ജാഫർ മാഷ് ബ്ലോക്ക് നമ്പർ ആട്ടോ. ഓക്കെ, നമുക്ക് അഭിമാനം. ഇത് പെട്ടെന്ന് കിട്ടിയ ഭയങ്കര സന്തോഷം. ഓക്കെ, ഇതില് അസിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് മറ്റൊരു അഭിമാനം എന്താ പറയുക, കഴിഞ്ഞ ലോകസഭാ തെരഞ്ഞെടുപ്പില് പിന്നെ ഏകദേശം 20 MP-മാരിൽ 19 എത്ര MP-മാർക്കും വേണ്ടി പാടി? 19 MP-മാർക്കും വേണ്ടി പാട്ട് പാടിയ 16 MP-മാർക്കും വേണ്ടി പാട്ട് പാടിയ ആളാട്ടോ. ഓക്കെ, രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി ഉൾപ്പെടെയുള്ള ആളുകൾക്ക് വേണ്ടി അതൊക്കെ നല്ലൊരു മെമ്മറിയാണ് അല്ലേ? ഓക്കെ, ഇതിന്റെ അടുത്ത ചോദ്യം, ഞങ്ങൾ 4 ടീച്ചേഴ്സാണല്ലോ, കുട്ടികളോട് പറയാനുള്ളത് സ്വാഭാവികമായിട്ടും പഠനവും പാട്ടും ചിലപ്പോൾ വേറെ കുറേ ആളുകൾക്ക് അങ്ങനെ പ്രശ്നമുണ്ട്, പാട്ട് പാടുമ്പോൾ പഠനത്തിൽ ശ്രദ്ധ കിട്ടില്ല, പഠിക്കുന്ന ആളുകൾക്ക് പാട്ട് പാടാൻ പറ്റും. എന്ത് പറയാനുള്ളത്? കഴിഞ്ഞല്ലോ അല്ലേ? ഓക്കെ, എന്താ അതിന് മറുപടി പറയാനുള്ളത്? മറുപടി എന്ന് പറഞ്ഞാല് നമ്മൾ ഈ പ്രോഗ്രാം ഒക്കെ കഴിഞ്ഞിട്ടുണ്ടാവുമല്ലോ, കുറച്ച് സമയം ഉണ്ടാവും. ആ ഒരു സമയത്തിന് നമ്മൾ പഠിക്കാനുള്ള സമയമായിട്ടാണ് നമ്മൾ എടുത്തു വെക്കാറ്. പിന്നെ നിങ്ങളെല്ലാവരോടും പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഇപ്പം എല്ലാ വീട്ടിലും ഒരു കഴിവുള്ള ഒരാളോ
കഴിവുള്ള എത്രയോ ആൾക്കാരുണ്ടാവും അതുപോലെ കൊണ്ടുവരാൻ ഇപ്പൊ എന്നെ കൊണ്ടുവരുന്നത് എൻ്റെ ഉപ്പയാണ്. അതേപോലെ തന്നെ അതേപോലെ തന്നെ നിങ്ങളെല്ലാരും വീട്ടിൽ കഴിവുള്ളവരുണ്ടാവും, എല്ലാരും പുറത്തേക്ക് കൊണ്ടുവരിക. ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് അസിന് പറഞ്ഞത്. എനിക്ക് ഇവരെ ഫാമിലിനെയും അസിനെയും അവരെ വീട്ടിലെല്ലാവരും പഠിപ്പിച്ചു എന്നുള്ളൊരു അധ്യാപനം എന്നുള്ള കൂടി പറയാനുള്ള ഒരു സന്തോഷമുള്ള എന്താ വെച്ചാൽ നന്നായി ഈ പുതിയ കാലഘട്ടത്തിനൊരു മാതൃക കൂടിയാണ് ഈ ഫാമിലി. എല്ലാവർക്കും ഇഷ്ടമാണ്, ആർക്കും ഇഷ്ടമില്ലായിരിക്കൂല. എന്താ ഷാവുൽ മാഷ പറയാനുള്ളത്? രണ്ട് വാക്ക്. എനിക്ക് ഇവിടെ വന്നപ്പോൾ കണ്ടത് നല്ലൊരു പാരൻറ്റിങ്, അതായത് ഫാദർ എങ്ങനെ ആയിരിക്കണം എന്നുള്ളത്. ഞാനൊക്കെ ഒരുപാട് കുട്ടികളെ വിദേശത്തായിട്ട് നാട്ടിലൊക്കെ കുറേ കുട്ടികളെ പഠിപ്പിച്ച ഒരു അധ്യാപകനാണ്. പക്ഷെ എനിക്ക് കുറേ പാരൻസ് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ ഒരു കുട്ടിയുടെ കൂടെ നിന്ന് ആ കുട്ടിയുടെ കഴിവിനെ അങ്ങനെ പൊക്കിക്കൊണ്ടുവരുന്ന അത് പാരൻസിന് വലിയ റോളുണ്ട്. അങ്ങനെയുള്ള ഒരു ഫാദറെ നമ്മൾ കാണാൻ പറ്റും. അതെ, അതിന് ഒരുപാട് പ്രാവശ്യം നമ്മൾ പറയാറുണ്ട്. ഏറ്റവും കൂടുതൽ പറയാനുള്ളത് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ നമ്മൾ മക്കളെ എത്രത്തോളം ചേർത്ത് പിടിക്കുന്നു അത്രത്തോളം അവരിൽ നമുക്ക് നല്ല രീതിയിൽ നല്ല മെസ്സേജുകളും അവരിൽ നിന്നുള്ള നല്ല ഗുണങ്ങളും നമുക്ക് ഉണ്ടാകുന്ന ചെയ്യും. महमदियोर नामैनेद तीशेंदे सुंदर देताज मशहूरा पोरुडेश बीशुम कसूरा महात्मा बहुस्वर दहसन कहन वगाश बदल बीतम फ्रीडम यवर कदम दिश बलदपुൾ ബടിവത്ത ഉദ്ദിപ്പതൈ ദേശ ഉദി കയും മത് കൊതി കയും സമയവിധി കയും ഗാന്ധി ഗാന്ധിജി.